വിമാനാപകടം നടന്ന സ്ഥലത്തെ കാണാതായവർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത സ്ഥലവും പരിക്കേറ്റവരെയും സന്ദർശിച്ചു. DNA പരിശോധന വേഗത്തിലാക്കി മൃതദേഹങ്ങൾ ഇവർക്ക് വിട്ടു നൽകാം. എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെ സാക്ഷിയാക്കി ഇപ്പോഴും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും അനേകം വിമാനങ്ങളാണ് പറന്നുയർന്നുകൊണ്ടിരിക്കുന്നത്. ആ പറന്നുയർന്ന വിമാനങ്ങളെ സാക്ഷിയാക്കി തന്നെ പരിശോധനകൾ ദുരന്തഭൂമിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവനെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ടോ, ഒരു മൃതശരീരമെങ്കിലും ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട് NDRFന്റെയും SDRFന്റെയും ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരണനിരക്കിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ 294 എന്ന റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഒരുപക്ഷെ കൂടിയേക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ ദൃക്സാക്ഷികളും എല്ലാവരും മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചിട്ടുള്ളത്. കാണാൻ കഴിയുന്ന കാഴ്ച വളരെ വേദനാജനകമാണ്. മൊത്തം ശവവാഹിനികളും ആംബുലൻസും മെഡിക്കൽ എമർജൻസി വെഹിക്കിൾസും മാത്രമാണ് ആ ഏരിയയിലുള്ളത്. രാവിലെ 9 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്ത സ്ഥലത്തേക്ക് നേരിട്ടെത്തി സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു, വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും ഉണ്ടായിരുന്നു. അതിനു മുന്നോടിയായി എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസണും ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നരേന്ദ്രമോദി ഇവിടെ നിന്നും നേരെ പുറപ്പെട്ടത് സിവിൽ ആശുപത്രിയിലേക്കാണ്. അവിടെ പരിക്കേറ്റവരെ അദ്ദേഹം കണ്ടു. ഏറ്റവും പ്രധാനമായി ഈ ആകാശ ദുരന്തത്തിൽ നിന്നും അദ്ഭുതമായി രക്ഷപ്പെട്ട ആ ഒരേ ഒരു ആളെയും അദ്ദേഹം കണ്ടു, സംസാരിച്ചു. ഇനിയും തുടരാൻ പോകുന്ന കാര്യങ്ങൾ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനും ഈ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അതിൽ NDRF ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അടുത്ത 48 മുതൽ 72 മണിക്കൂറിനകം തന്നെ ഈ പൂർണ്ണമായിട്ടും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും എടുത്തു മാറ്റും. മറ്റൊന്ന് ആശുപത്രിയിലാണ്. 200-ലധികം ആളുകൾ, ബന്ധുക്കൾ ഇതിനോടകം തന്നെ അവിടെ എത്തിയിരിക്കുന്നു. DNA സാമ്പിളുകൾ അത് പൂർത്തിയാക്കുക, മൃതശരീരങ്ങളെല്ലാം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ഇത് ഇന്നും നാളെയുമായി പുരോഗമിക്കാൻ പോകുന്നത്.